സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ബ്ലൂ ടീയെ കുറിച്ചിട്ട് പരിചയപ്പെടാം. ഇത് ഒത്തിരി ആൾക്കാർ സംശയമായിട്ട് ചോദിക്കുന്നതാണ്. ബ്ലൂ ടീ, അതിൻ്റെ ഉപയോഗം, അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, എത്ര അളവിൽ കഴിക്കാം എന്നൊക്കെ ഉള്ളത്. വൈക്ടോറിയ ടെർനേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവറിൽ സാൻസ്ക്രിറ്റിൽ ഈ ഒരു ചെടിയെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ പീ എന്ന് പറഞ്ഞാൽ ചിലർക്കറിയാം. ബ്ലൂ പീ, ഏഷ്യൻ പീജിയൻ വിങ്സ് എന്നാണ് സാധാരണയായിട്ടും ഈ ഒരു ചെടി അറിയപ്പെടുന്നത്. അപ്പം ഈ ശംഖുപുഷ്പിയുടെ പൂവാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പൂവിൻ്റെ ഇതളുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായയാണ് ബ്ലൂ ടീ എന്നറിയപ്പെടുന്നത്. വേൾഡ് വൈഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടീ ആണ്. അതുപോലെ പ്രശ്നങ്ങൾ, അതുപോലെ സ്കിന്ന് നല്ലതാവാനൊക്കെ, അങ്ങനെ ബ്രെയിനിൻ്റെ ഒരു ടോണിക്കായിട്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പം നാച്ചുറലി കഫേൻ ഫ്രീ ആയിട്ടുള്ള പിന്നെ ഒരു കംപ്ലീറ്റ്ലി ഹെർബലായിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു ടീ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ബ്ലൂ ടീ തന്നെയാണെന്ന് ഞാൻ പറയും. ഗ്രീൻ ടീയേക്കാളും നല്ലതാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് എത്ര കുടിക്കണം, ഡെയിലി കുടിക്കാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഷോർട്ട് ടേമിലേക്കാണ് നിങ്ങൾ ഒരു 2-3 ആഴ്ചയാണെങ്കിൽ ഡെയിലി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം 1 കപ്പ് വെച്ചിട്ട് മാത്രം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ